ഇല്ല പേടിയില്ല ഗായ്സ്. എന്തിലാ കേറാൻ പോണെന്നറിയാമോ? അതാ ഇതിലാണ്. അപ്പൊ ഇന്നത്തെ വ്ലോഗിൽ ബിഗ് ബോസ് താരങ്ങൾക്കൊപ്പം നമ്മൾ വണ്ടർലയിൽ അടിച്ചു പൊളിച്ച കഥകളാണ്. ബിഗ് ബോസിൽ നിന്ന് നമ്മൾ എവിക്റ്റ് ആയി വന്ന സമയത്തെ ബിഗ് ബോസ് സീസൺ 6 വരെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും കൂടെ ചേർന്നിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. സോ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിൽ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാവരും മെസ്സേജ് അയക്കും, കാര്യങ്ങൾ പറയും. പിന്നെ നമ്മൾ ഒരുപാട് ആരാധനയോടുകൂടി കണ്ടിരുന്ന ആളുകളിലേക്ക് കോൺടാക്ട്സ്, അവരുടെ മെസ്സേജസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഗൈസ്. അങ്ങനെ ആ ഗ്രൂപ്പിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ദിവസം വണ്ടർലയിൽ വെച്ച് എല്ലാവർക്കും മീറ്റ് ചെയ്യാവുന്നൊരു മെസ്സേജാണ് വരുന്നത്. പിന്നീട് അങ്ങോട്ട് പേഴ്സണൽ മെസ്സേജും കോളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പെട്ടിയും കിടക്കെ എടുത്ത് രാവിലെ തന്നെ വണ്ടറിലേക്ക് വന്നു. ഞാനും മുൻഷി ചേട്ടനും കൂടെ ആണ് കേട്ടോ വന്നത്. സോ രാവിലെ നമ്മളൊരു 9:30-10 മണിയൊക്കെ ആയപ്പോൾ തന്നെ എത്തി. എല്ലാവരും വന്നപ്പോൾ 10-11 മണിയായി. പിന്നെ സംസാരിച്ച് വ്ളോഗൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് ഡ്രസ്സ് മാറാൻ വേണ്ടി പോവാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് സീസൺ 7 നിന്ന് എവിക്റ്റായി വന്നിട്ടുള്ള ഞങ്ങളൊക്കെ എല്ലാവർക്കും ഒരു സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവർക്കൊരു അസോസിയേഷൻ ഉണ്ട്. ഇനിയിപ്പം ഞങ്ങളും ഇതിൽ മെമ്പേഴ്സാണ്. ഇപ്പം ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനൊക്കെ കുറച്ച് ആൾക്കാരുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ ആൾക്കാർ ഇവരൊക്കെയാണ്. നമ്മളെ ഇതിൻ്റെ വീഡിയോസ് എല്ലാം ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറേ പേര് ചോദിച്ചിരുന്നു, ബാക്കിയുള്ള ബിഗ് ബോസ് താരങ്ങളെ കണ്ടില്ലല്ലോ, സീസൺ 7 എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ എവിടെയെന്ന്. അവരൊക്കെ ഗൈസ് ചില തിരക്കുകൾ കാരണം അവർക്ക് ഈ ദിവസം എത്താൻ പറ്റിയില്ല. പക്ഷേ ഇനിയുള്ള പരിപാടികളിൽ അവർ വരും ഗൈസ്. ഇനിയാണ് പരിപാടികൾ വരാൻ പോകുന്നത്, എന്തൊക്കെ കാണാൻ കിടക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വെൽക്കം സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെ വിശേഷങ്ങളൊക്കെ പറഞ്ഞെല്ലാം കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് ഇനി ഞങ്ങളുടെ കോസ്റ്റ്യൂം ചേഞ്ചിൻ്റെ സമയമാണ് കേട്ടോ. ഇനി നമ്മുടെ ഒഫീഷ്യൽ പരിപാടികളും ഫംഗ്ഷനൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഇനി അങ്ങോട്ട് ചില്ല് മോഡാണ്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ജീൻസും ടോപ്പും മാറ്റിയിട്ട് നല്ലൊരു ഉടുപ്പ് അങ്ങ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ റൈഡിലും വലിഞ്ഞ് കയറാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്. സോ വണ്ടർലായിട്ട് നമ്മളൊരു കൊളാബ്രിക്കേഷനിൽ പോകുന്ന കാരണം ഡ്രസ്സും ഞങ്ങൾക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാമായിരുന്നു. അങ്ങനെ ഞാനും സൂര്യയും ശൈത്യയും നമ്മുടെ നന്ദനയൊക്കെ ബ്ലാക്ക് കളറിലെ ടീഷർട്ട് അങ്ങ് പൊക്കി ഗൈസ്. മലയാളി നെയ്ത് ടീഷർട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ട്രൗസേഴ്സ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അതിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി അങ്ങോട്ട് ഫോട്ടോ എടുത്തു. ഫോണൊക്കെ മാറ്റി വെച്ച് ചാടി ഓടി റൈഡിൽ കയറണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഫോട്ടോയും വീഡിയോയും നടന്നു, ഫോൺ മാറ്റി വെക്കൽ മാത്രം നടന്നില്ല. ഞാനാണെങ്കിൽ ക്യാപ്പും കൂടെ മേടിച്ചു ഗൈസ്. നല്ല വെയിലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്ക് ഉണ്ടായിരുന്ന കാരണം കുഴപ്പമില്ല, എല്ലാ റൈഡിലും ചാടി ഓടി ക്യൂ നിൽക്കാണ്ടങ്ങ് കയറായിരുന്നു. ഇതെൻ്റെ 3ാമത്തെ വണ്ടർല ട്രിപ്പാണ് കേട്ടോ. 10th പഠിക്കുന്ന സമയത്തും ഞാൻ ഇവിടെയാണ് ടൂർ വന്നത്. 12th പഠിക്കുന്ന സമയത്തും ഞാൻ ഇവിടെ തന്നെയാണ് ടൂർ വന്നത്. സോ എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം പുതിയ കുറച്ച് റൈഡ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ പുതിയതാണ്. ഇതിൽ തന്നെ കയറി അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ക്യൂ നിന്നപ്പോഴും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കയറിയപ്പോൾ പക്ഷേ ഞാൻ ഭയങ്കര കാറിലും കൂവലുമായിരുന്നു ഗൈസ്. ഇതിങ്ങനെ തലകുത്തനും അറിയുമ്പം എന്തെന്നില്ലാത്തൊരു പേടി. കൂടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, ബാക്കിൽ 2 പേരുണ്ടെങ്കിലും അറിയില്ല ഗൈസ്. എന്തോ ഇങ്ങനെ കുത്തി മറിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വല്ലാത്തൊരു സുഖമായിരുന്നു മനസ്സിനും ശരീരത്തിനുമൊക്കെ. പിന്നെ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഒരു സന്തോഷം എന്തെന്ന് വെച്ചാൽ നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടുള്ള വഴക്കുണ്ടാക്കുന്ന അടിയുണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്ന് എൻ്റെ ഒപ്പം കാറുന്നുണ്ട്, കരയുന്നുണ്ട്, കൂവുന്നുണ്ട് എന്നുള്ളതായിരുന്നു. പിന്നെ ഈ റൈഡിൽ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരുന്ന സമയത്ത് കണ്ണ് ഫുള്ള് റീകോയിലേക്കായിരുന്നു കേട്ടോ. എനിക്ക് അതിനകത്ത് ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. സോ എന്തായാലും കയറുമ്പോൾ ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റ് തന്നെ ഇരിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. ഈ റീകോയിലിൽ ഫുൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ഏറ്റവും ബാക്കിൽ തന്നെ ഇരിക്കണം എന്ന് കുറേ പേര് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് റൈഡിൽ കയറിയപ്പോൾ തന്നെ ആൾക്കാരുടെ പേടിയുടെ ലെവൽ എത്രത്തോളാണെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായി. അതിൽ ദിയാസാനയ്ക്കോ അശ്വിനൊന്നും ഒട്ടും പേടിയുണ്ടായിരുന്നില്ല, നന്ദനയ്ക്ക് പേടിയുണ്ടായിരുന്നില്ല, ശൈത്യമൊന്നും ഇതിൽ കയറുന്നില്ല എന്ന് പറഞ്ഞ് പോയി ഗൈസ്. പിന്നെ വണ്ടർലയിലൊരു ടീം മെമ്പർ നമ്മളിവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. ആൾ ഭയങ്കര നൈസായിരുന്നു. അപ്പോൾ പേടിയുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എൻ്റെ ബാക്കിൽ കാണുന്ന റൈഡിലേക്ക് ആൾ കയറ്റി വിട്ടു. ഭയങ്കര സിമ്പിളാണ്, പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞാണ് കയറ്റിയത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാറിലും കൂലൊക്കെ കേട്ട് കേട്ടോ. സൂര്യക്കൊക്കെ നല്ല പേടിയാണ് റൈഡിൽ കയറാൻ. സോ ആ ഗ്രൂപ്പ് നേരെ 3D ആനിമേഷൻ അങ്ങനെ കുറച്ച് സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തപ്പിപ്പോയി. ഞങ്ങൾ ഇതേ റീകോയിലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചാടി കയറാനായിട്ട് പോവാണേ. എൻ്റെ കൂടെ ദിയാസാനയാണ് കയറിയത്. ഞങ്ങൾ 2 പേരും നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ. ആദ്യം നമ്മളിത് മുൻപോട്ട് എടുക്കുന്ന സമയത്ത് ഫുൾ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് ടോപ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ഒരു റിവേഴ്സ് എടുക്കലുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ ജീവൻ പോണ പോലത്തെ ഒരു ഫീലാണ്. തലകുത്തി മറിഞ്ഞാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒന്ന് റിലാക്സേഷൻ ആവാം. സോ നമ്മൾ ഈ റൈഡിൽ കയറിയത് ഭയങ്കര സ്ലോ ആണ്. മേളിൽ കൊണ്ടുപോയിട്ട് താഴെ നമ്മളിങ്ങനെ കൊണ്ടുവരും. വണ്ടർലയുടെ ഒരു 360 ഡിഗ്രി ഫുള്ള് നമുക്ക് കാണാൻ പറ്റുമേ. അപ്പോൾ നമുക്ക് ഫോൺ യൂസ് ചെയ്യാം, കാരണം ഇത് സ്ലോ ആയിട്ട് പോകുന്നുണ്ട്. സോ നമ്മൾ ഫോണൊക്കെ എടുത്ത് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പോഴാണ് ഞാൻ സ്പോട്ട് ചെയ്തത് നമ്മുടെ സ്പേസ് ഗൺ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വണ്ടർലയിൽ വരുമ്പോൾ കയറിയിട്ടുള്ള ഫസ്റ്റ് റൈഡാണ് സ്പേസ് ഗൺ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഗൈസ്. അങ്ങനെ മുൻഷി ചേട്ടനായിട്ട് ഞാൻ വീണ്ടും നമ്മുടെ സ്പേസ് ഗണ്ണിൽ പോയി കയറി. അതിൻ്റെ ഒന്നും വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ നല്ല കിടിലൻ പേടിപ്പെടുത്തുന്ന ലാൻഡ് റൈഡ്സ് എല്ലാം ഉച്ച കൊണ്ട് കവർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് പോവാണ്. നല്ല ഊണും
കറികളും ഒക്കെ ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. ഇനി ഉച്ചയ്ക്ക് ശേഷം വാട്ടർ റൈഡ്സ് ആണ്. വാട്ടർ റൈഡ്സിൽ പോണ സമയത്ത് എനിക്ക് മൊബൈൽ ഫോൺസ് കൊണ്ടുപോകാൻ പറ്റില്ല ഗൈസ്. അത് കുറച്ച് റിസ്ക് ആണെന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ എനിക്കും നല്ലപോലെ തോന്നുന്നുണ്ട്. സോ നമ്മൾ മൊബൈൽ ഫോൺസ് ഒന്നും എടുത്തില്ല. അത് കാരണം എനിക്ക് വിഷ്വൽസ് ഒന്നും അധികം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടി വ്ളോഗ് കുറച്ച് കഴിയുമ്പോൾ തീരും കേട്ടോ. വളരെ പെട്ടെന്ന് അവസാനിക്കും. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴാണ് റസ്മിൻ ബായും സായി ചേട്ടനൊക്കെ വന്നത്. അവർ വന്നപ്പോൾ പരിപാടി വീണ്ടും കളറായി ഗൈസ്. അങ്ങനെ എല്ലാവരും കൂടെ നടന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി വേവ് പൂളിലൊക്കെ പോയി മുങ്ങിക്കിടന്ന് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇനിയും ഈ ദിവസം അങ്ങ് നീണ്ടു നിന്നിരുന്നെങ്കിലോ നമ്മൾ ആലോചിച്ച് പോയി. കാരണം അത്രയ്ക്ക് പൊളിയായിരുന്നു ഗൈസ്. ഇവരുടെ ഒരു വൈബും നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പോലും ആ ഒരു സ്നേഹവും കെയറും എല്ലാം കിടുക്കനായിരുന്നു. നമ്മുടെ കോളേജിൽ നിന്നൊക്കെ ടൂർ പോയ ഒരു പഴയ ഓർമ്മ എന്തായാലും കിട്ടി ഗൈസ്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ.